ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെസൂസ് കിച്ചൺ. ഇന്ന് നമുക്ക് പഴത്തോൽ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഉപ്പേരി റെഡിയാക്കാം. സാധാരണ നമ്മൾ ഈ പഴത്തോലൊക്കെ കളയാറല്ലേ, അപ്പോൾ ഇനി മുതൽ പഴത്തോലൊന്നും കളയണ്ട. ഇതുപോലെ നല്ല അടിപൊളി ഉപ്പേരി റെഡിയാക്കാം. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ടൊരു 4 മൂത്തിട്ടുള്ള നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ചിപ്സ്, കായരിശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല മൂത്തിട്ടുള്ള പഴമെല്ലാം എടുക്കുക. അപ്പോൾ അതിൻ്റെ തൊലി എടുത്താൽ മതി. അപ്പോൾ നന്നായി കഴുകിയ ശേഷം നമുക്കിതുപോലെ ചെറുതായി കട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപയർ, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും വെള്ളം ഒഴിക്കണ്ട, നമ്മളിത് അടിയിൽ പിടിക്കാതിരിക്കാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് കൂടുതൽ സമയം വേവിക്കണില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരെ വേവിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിൻ്റെ പ്രഷർ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ചിലർക്ക് കൂടുതൽ വെന്ത് ഉടഞ്ഞ ആ ഒരു രീതിയിലായിരിക്കും കൂടുതൽ ഇഷ്ടം. അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു 2 വിസിൽ വരെ വേവിക്കാം. അപ്പോൾ ഈ ചെറുപയറും ഈ പഴത്തോലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 6 ചെറിയുള്ളി, അതുപോലെ ഒരു 2 പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കണം. പാനിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. പിന്നെ ഒരു 2-3 വറ്റൽമുളക്, പിന്നെ നമ്മളിപ്പോൾ ചതച്ചെടുത്തിട്ടുള്ള ചെറിയുള്ളിയും പച്ചമുളകും അതുകൂടി ഇട്ട് കൊടുത്ത് ഒരു 1 മിനിറ്റോളം നമുക്ക് ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു തണ്ട് കറിവേപ്പില, പിന്നെ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള പഴത്തോലും ചെറുപയറും കൂടി അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ചെറുതായിട്ട് വെള്ളമുണ്ട് കേട്ടോ, ഒരുപാട് വെള്ളമൊന്നുമില്ല, ചെറുതായിട്ട് കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. ഇതിപ്പോൾ ഞാൻ 1 വിസിൽ വരെയല്ലേ വേവിച്ചെടുത്തിട്ടുള്ളൂ, അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാവും ഉണ്ടാവുക. അപ്പോൾ കൂടുതൽ സോഫ്റ്റ് ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ 2 വിസിൽ വരെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ദേ ഇതിലെ വെള്ളമൊക്കെ വറ്റി നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉപ്പേരിയാണ്. അപ്പോൾ ഇനി പഴത്തോലൊന്നും കളയണ്ട, ഇതുപോലെ അടിപൊളി ഉപ്പേരി ഉണ്ടാക്കാം. ചോറിനൊക്കെ പറ്റിയിട്ടുള്ള കിടിലൻ ഉപ്പേരിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.